അടുത്ത ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ് ബേർഡ്സിൽ കാണുന്നത് ZW ടൈപ്പ്. സോ ബേർഡ്സിൽ കാണുന്ന സെക്സ് ഡിറ്റർമിനേഷൻ ഇപ്പോൾ പറഞ്ഞ സെക്സ് ഡിറ്റർമിനേഷനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട്. ബേർഡ്സ്, ബട്ടർഫ്ലൈ, റെപ്റ്റൈൽസിലൊക്കെയാണ് ഈ പറഞ്ഞ ZW ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷൻ കാണിക്കുന്നത്. സോ ഇവിടെ ഇത്രയും നേരം പറഞ്ഞതിൽ നമ്മുടെ ഫീമെയിലുകളൊക്കെ നമ്മുടെ ഡ്രോസോഫില്ലയിലാണെങ്കിലും അതുപോലെ മാനിലാണെങ്കിലും എക്സീറോ ടൈപ്പ് ഇൻസെക്റ്റുകളിൽ പറഞ്ഞാലൊക്കെ എന്തായിരുന്നു പ്രത്യേകത? അവിടെ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ XX ആണ്, 2 X ക്രോമസോം വരുന്നതൊക്കെ എന്താണ്? ഫീമെയിലാണ്. XX എന്ന് പറഞ്ഞാൽ ഫീമെയിലാണ്. അപ്പോൾ മെയിലായിരുന്നു. XY ആണെങ്കിൽ മെയിലാണ്, X0 ടൈപ്പ് ആണെങ്കിലും മെയിലാണ്. സോ ഫീമെയിൽ അപ്പോൾ അവിടെ ഫുൾ എന്തായിരുന്നു? ഹോമോഗാമറ്റുകളായിരുന്നു. ഫീമെയിലിൽ ഒരേ ടൈപ്പ് ഗാമറ്റുകളായതുകൊണ്ട് XX തന്നെ ആയതുകൊണ്ട് അത് ഹോമോഗാമറ്റാണ്. അവിടെ വന്നത് മുഴുവൻ മെയിലാണ്, ഹെട്രോ. ഒന്നുകിൽ XY ഹെട്രോഗാമറ്റി അല്ലെങ്കിൽ X0 ഹെട്രോഗാമറ്റി. ഇവിടെ ബേർഡ്സിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫീമെയിലാണ് ഹെട്രോഗാമറ്റിക്. നമ്മുടെ നേരത്തെ ഇത്രയും നേരം പറഞ്ഞ മനുഷ്യൻ, ഡ്രോസോഫില്ല അതിലൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ ഫീമെയിലാണ് ഹെട്രോഗാമറ്റി കാണിക്കുന്നത്. അതായത് ഫീമെയിലായിരിക്കും XY ടൈപ്പ്, നേരെ തിരിച്ച് അവിടെ കണ്ടതിൽ നേരെ മെയിൽ ഹോമോഗാമറ്റിക്കും. ഇത്ര നേരം നമ്മൾ പറഞ്ഞല്ലേ ഫീമെയിലായിരുന്നു ഹോമോഗാമറ്റിക്, മെയിൽ ഹെട്രോഗാമറ്റി ആയിരുന്നു. എന്നാൽ ബേർഡ്സിലെത്തിക്കഴിഞ്ഞാൽ ഇത് നേരെ റിവേഴ്സാണ്. ഫീമെയിൽ ഹെട്രോഗാമറ്റിക്കും മെയിൽ XX ടൈപ്പ് ഹോമോഗാമറ്റിക് ആണ്. സോ ഇവിടെ നമ്മൾ അവിടെ പറഞ്ഞതിൽ മുഴുവൻ എന്തായിരുന്നു? മെയിൽ ഹെട്രോഗാമറ്റിയിൽ ആ സ്പേം ക്യാരി ചെയ്യണതാണ്. ആ 50% ഓഫ് സ്പേം ക്യാരി ചെയ്യണത് ഏത് ഗാമറ്റാണ്? X ടൈപ്പ് ഗാമറ്റാണോ, Y ടൈപ്പ് ഗാമറ്റാണോ എന്നതിന്, അല്ലെങ്കിൽ X ടൈപ്പ് ഗാമറ്റാണോ അല്ലെങ്കിൽ അതില്ലാത്ത ഗാമറ്റാണോ, X ക്രോമസോം ക്യാരി ചെയ്യാത്ത, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു സെക്സ് ഡിറ്റർമിൻ ചെയ്തത്. എന്നാൽ ബേർഡ്സിൽ എഗ്ഗാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് സെക്സ് ഓഫ് ദ ഓഫ്സ്പ്രിങ്. ഓഫ്സ്പ്രിങ്സിൻ്റെ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എഗ്ഗാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിൽ സ്പേമിൽ നിന്ന് വരുന്ന X ക്രോമസോം അഥവാ Y ക്രോമസോം, അല്ലെങ്കിൽ X ക്രോമസോം അല്ലെങ്കിൽ ക്രോമസോം ഇല്ലാണ്ട് വരിക. ഇതായിരുന്നു ഓഫ്സ്പ്രിങ്ങിനെ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ബേർഡ്സിൽ എഗ്ഗാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഏത് തരത്തിലുള്ള ഓഫ്സ്പ്രിങ് ഏത് സെക്സ് ആവുമെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് എഗ്ഗാണ്. ആ ടൈപ്പാണ് ZW ടൈപ്പ്. സോ ZW അല്ലെങ്കിൽ ഫീമെയിൽ ഹെട്രോഗാമറ്റി. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് ഫീമെയിൽ ആൻഡ് മെയിൽ. ഇത് ZW ടൈപ്പ് മെയിലാണെങ്കിൽ നമ്മളിപ്പോൾ XX ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, XX XY. സോ എല്ലാത്തിലും ഒരുപോലെ ആയതുകൊണ്ട് നമുക്കൊന്ന് കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ആ സിമ്പിൾ അല്ലെങ്കിൽ ആൽഫബറ്റ് മാറി യൂസ് ചെയ്യണമെന്നുള്ളൂ. സോ ZZ ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്മളിപ്പോൾ പറഞ്ഞ XX പോലെ. പക്ഷെ ഇവിടെ ജെൻഡർ മാറി, ഇവിടെ മെയിലാണ് ZZ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞാൽ XX ഒക്കെ ഏതായിരുന്നു? ഫീമെയിലാണ്. ബട്ട് ഇവിടെ മെയിലാണ് ZZ ടൈപ്പ്, പക്ഷേ ഫീമെയിൽ ZW ടൈപ്പാണ്. നേരെ അത് റിവേഴ്സായി മാറി. സോ ZW ടൈപ്പ് ഫീമെയിൽ, ZZ ടൈപ്പ് മെയിൽ. ഇനി ഇതാണ് ആ ക്രോമസോമിൻ്റെ കണ്ണിന് ക്രോമസോം നമ്പറാണ് ഇവിടെ എഴുതിക്കുന്നത്. 76 ഓട്ടോസോംസ് ആൻഡ് ZW, 76 ഓട്ടോസോം ആൻഡ് ഈ ZZ ഒരേ പോലെയുള്ള മെയിൽ ഗാമറ്റുകൾ. ഇനി അതിൻ്റെ ഗാമറ്റ് ഫോമിൽ എഴുതുമ്പോൾ ക്രോമസോം നമ്പർ ഗാമറ്റിന് പകുതിയായിട്ട് മാറുന്നു 38. അപ്പോൾ നമ്മൾ എഴുതാം. ഇത്ര നേരം നമ്മൾ 38 + Z ആൻഡ് 38 + W, 2 ഗാമറ്റ് നമ്മൾ എടുത്തെഴുതണം. 38 Z എന്ന് പറഞ്ഞ ഗാമറ്റ്, അതായത് എഗ്ഗ് ക്യാരി ചെയ്യുന്ന ഗാമറ്റ് ഒരുപക്ഷെ Z, അല്ലെങ്കിൽ എഗ്ഗ് ക്യാരി ചെയ്യുന്ന ഗാമറ്റ് W, Z അല്ലെങ്കിൽ W ടൈപ്പ്. അതേസമയം മെയിലിൽ നമ്മൾ ഒരെണ്ണം എഴുതിയാൽ മതി, ബിക്കോസ് മെയിലിൽ രണ്ടും ഒരേ ടൈപ്പ് ഗാമറ്റാണ്. സോ നോക്കി 38 + Z ഒരെണ്ണം എഴുതില്ല. നമ്മൾ നേരത്തെയൊക്കെ ഫീമെയിലിൽ ഒരെണ്ണം എഴുതിയുള്ളൂ, XX X മാത്രമേ എഴുതിയുള്ളൂ. അതുപോലെ ഇവിടെ 38 + Z ഓട്ടോസോംസ് + Z. ഈ ഗാമറ്റുകൾ ഫെർട്ടിലൈസ് ചെയ്യുന്നു. സോ ഫീമെയിലിൽ നിന്ന് വരുന്ന ഈ പറഞ്ഞ Z എന്ന് പറഞ്ഞ ഗാമറ്റ് അല്ലെങ്കിൽ എഗ്ഗ് നമ്മുടെ മെയിലിനെ Z എന്ന് പറഞ്ഞ സ്പേമായിട്ടാണ് ഫെർട്ടിലൈസ് ചെയ്യണമെങ്കിൽ അത് 50% മെയിലായിട്ടുണ്ട്. സോ ഈ Z-ഉം ഈ Z-ഉം ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ Z ഒരുമിച്ച് വന്നാൽ എന്താണ് മാറുന്നത്? മെയിലായിട്ട് മാറും. അതേസമയം ഈ ഫീമെയിലിനെ W ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, W ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഇവിടെ വരാൻ ഒരാൾ തന്നെയുള്ളൂ, എന്താണ്? Z മാത്രം. ഈ W ആണ് വരുന്നുണ്ടെങ്കിൽ 38, 76 ഈ Z-ഉം W-യും കൂടി ചേർന്ന് എന്തായിട്ട് മാറും? അത് ഫീമെയിലായിട്ട് മാറും. സോ മെയിൽ 50% മെയിൽ, 50% ഫീമെയിൽ. ഇതിൽ മെയിൽ ഫീമെയിൽ ഡിറ്റർമൈൻ ചെയ്തത് എന്താണ്? നമ്മുടെ ഫീമെയിലിൽ നിന്ന് വരുന്ന ഗാമറ്റുകൾ, അതായത് എഗ്ഗ് ക്യാരി ചെയ്യുന്ന ഐദർ Z ആണോ അല്ലെങ്കിൽ W ആണോ. സോ ഇവിടെ ഫീമെയിൽ ഹെട്രോഗാമറ്റിയാണ് കാണിക്കുക. ഇതുവരെ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് ഫീമെയിൽ Z ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് മെയിലായിട്ട് വരുന്നു. ഈ W ആണ് ഫീമെയിലിൻ്റെ വരുന്നതെന്നുണ്ടെങ്കിൽ അത്
ഫീമെയിലായിട്ട് വരുന്നു. സോ ഇവിടെ സെക്സ് ഓഫ് സ്പ്രിങ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? ഫീമെയിലിൻ്റെ വരുന്ന ക്രോമസോം. Z ആണോ W ആണോ? Z ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് മെയിലായിട്ട് വരണം. ബിക്കോസ് മെയിലിൽ Z മാത്രമേ വരാനുള്ള സാധ്യതയുള്ളൂ. Z ആണ് ഫീമെയിലിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അത് ഇതായിട്ട് വരുന്നു. അതേസമയം ഈ W ആണ് ആ മെയിലുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറുന്നു? ഫീമെയിലായിട്ട് മാറുന്നു. ഇതാണ് ZW ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷൻ ഏതിൽ? ബേർഡ്സിൽ കാണുന്നത്. ഇതൊരു ഫീമെയിൽ ഹെട്രോഗാമറ്റിക്ക് കൂടി എക്സാമ്പിളാണ്.